പാവയ്ക്ക ഫ്രൈ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനിന്ന് കാണിച്ചു തരുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പാവയ്ക്ക ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് 10 മിനിറ്റ് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഉപ്പ് ഈ പാവയ്ക്കയിൽ പിടിച്ച് കിട്ടട്ടെ. അപ്പോൾ കുറച്ച് വെള്ളം എല്ലാം ഇതിൽ നിന്ന് ഊർന്നു വരികയാണെങ്കിൽ ആ വെള്ളം നമുക്ക് ഊറ്റിക്കളയുകയും ചെയ്യാം. അപ്പോൾ 10 മിനിറ്റ്, ഏറ്റവും കുറഞ്ഞത് 10 മിനിറ്റ് എങ്കിലും വെക്കണം. കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് അതിൻ്റെ വെള്ളം ഊർന്നു പൊയ്ക്കോളും. പിന്നെ ഇതിങ്ങനെ അരിഞ്ഞിട്ട് ഉണക്കിയെടുത്താലും മതി കേട്ടോ. പിന്നെ കേട്ടോ, എന്നിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അടിഭാഗം കട്ടിയുള്ള ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഈ പാവയ്ക്ക ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് തിരുമ്മി വെച്ചിരിക്കുന്ന ഈ പാവയ്ക്ക നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കുക. നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം ഒരു ബ്രൗൺ കളർ ആവുന്നവരെ, കരിഞ്ഞു പോകാത്ത രീതിയിൽ വറുത്തെടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് 2 കതിർപ്പ് കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിന് ഉണക്കമുളക് പൊടിച്ചത് ചതച്ചെടുക്കില്ലേ നമ്മൾ, ആ ചതച്ച ഉണക്കമുളകും കൂടി ചേർത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് അത് അധികം കരിഞ്ഞു പോകാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ കോരിയെടുത്ത് മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് മാറും. അപ്പോൾ നന്നായിട്ടൊന്ന് ബ്രൗൺ നിറമാവുന്നവരെ വഴറ്റിയെടുത്തിട്ട് നമുക്ക് അത് കോരിയെടുത്ത് നമുക്ക് ചോറിന് കറിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എത്ര പാവയ്ക്ക ഇഷ്ടമല്ല എന്ന് പറയുന്ന കുട്ടികൾ പോലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പാവയ്ക്ക ഫ്രൈ നല്ല ടേസ്റ്റോടുകൂടി ചോറിനൊപ്പം കഴിച്ചോളും. അപ്പോൾ ഇതിനൊരു കോമ്പിനേഷനായിട്ട് പറയുന്നത് തൈരാണ് കേട്ടോ. ചോറും തൈരും പാവയ്ക്ക ഫ്രൈയും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക കേട്ടോ. വറുത്ത് കോരിയെടുക്കുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ചെറിയ കുട്ടികളായാലും വലിയവരായാലും നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കുക. ഏവർക്കും നന്ദി, നമസ്കാരം.